എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സാധനത്തിൻ്റെ പേരും അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതും അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 വലിയ സ്പൂൺ മൈദയാണ് എടുത്തുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് മൈദ എടുത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ് എന്ന് നിങ്ങൾ കരുതേണ്ട. ഫുഡ് കളറല്ല, സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ ഫുഡ് കളറൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വെറുതെ ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പൊടി ചേർത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കുക. ഈ മൈദ കുറച്ച് ഹെൽത്തി കുറവാണെങ്കിലും അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഹെൽത്തി ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവും. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ജീരകമാണ്. പിന്നെ ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും ചേർത്തിങ്ങനെ ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എള്ളിൻ്റെ ആവശ്യമില്ല, നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി എള്ളിട്ടുള്ളതാണ്. നമുക്ക് ചെറിയ ജീരകം തന്നെ ഒരുപാട് കഴിക്കാം. ചെറിയ ജീരകം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാൻ കാരണം ഞാൻ അത് കുറേ മുന്നേ ചെറിയ കല്യാണം കഴിഞ്ഞൊക്കെ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചപ്പാത്തിക്ക് ഇതേപോലെ കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കുഴച്ചപ്പോൾ വെള്ളം ഏറിപ്പോയി. അപ്പോൾ ഞാൻ വെള്ളം ഏറിയതല്ലേ വിചാരിച്ച് കുറച്ചും കൂടി പൊടി ഇട്ടു. അപ്പോൾ പിന്നെ എന്താട്ടി കുറച്ച് വെള്ളം കുറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതുകൊണ്ടാണ് അതിന് ശേഷം ഇത്രയും കാലമായിട്ടും ഞാൻ ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു പൊടിയും കുഴക്കലില്ല. ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പൊടികളൊക്കെ കുഴച്ച് മയാക്കി എടുക്കൽ. അന്നത്തെ ഒരു പേടി ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞേക്കാരം സത്യം കേട്ടോ. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളെ പൊടിയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ച് നല്ല മയത്തിലാക്കി എടുത്തിക്കണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ അബദ്ധം ആർക്കെങ്കിലുമൊക്കെ പറ്റിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് പിന്നെ കോഴിമുട്ടൻ്റെ ഉള്ളിലുള്ള ഉണ്ണി പോലത്തെ അത്ര വലുപ്പത്തിൽ ഞാൻ അതൊക്കെ അത് ബോളാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ ഈ ബോൾ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല മയത്തിൽ നമ്മൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിക്കാരം. അപ്പോൾ മയത്തിൽ കുഴച്ചിട്ടില്ലെങ്കിൽ എന്താ വിചാരിച്ചാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇത് പൊള്ളക്കൂല, ചെറുതൊരു ബലം പിടിച്ചാണ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ലോണം മയത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ആ പിടിച്ചെടുത്ത ബോൾസ് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി വെക്കുക. അപ്പോൾ കുറച്ചിത് പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് കല്ലിൽ നിന്ന് കിട്ടാൻ പാകത്തിന് കുറച്ച് മൈദ ഇട്ട് കാണാൻ നമുക്കിത് പരത്തിയെടുക്കാം. തോനെ മൈദ ഇട്ടാൽ ചിലപ്പോൾ ഇത് പൊള്ളക്കാനൊക്കെ പണിയേക്കാരം. പൊടി കൂടുതലാകുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് മൈദ ഇട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കാനേക്കാരം റിസ്ക്, പൊരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാൻ തുടങ്ങുക. അപ്പോൾ അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ ആദ്യം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോന്ന് പരത്തി നമുക്ക് ഇതേപോലെ തന്നെ ഒരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഇതേപോലെ പേപ്പറിലോ വെച്ച് നിരത്തി വെച്ച് കൊടുത്താൽ മതി. ഈ ചട്ടി നല്ലോണം ഒന്ന് ചൂടായിക്കണേ, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓയിൽ നല്ലോണം ഒന്ന് ചൂടാവും. ഇനി നമുക്ക് പരത്തി വെച്ച് ഓരോരോ ഭൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഭാഗമായി ഒന്നൊന്ന് പൊള്ളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചട്ടകം കൊണ്ട് നമ്മൾ കോരി എടുക്കണ കോരിപ്പാത്രമല്ല, അതുകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലോണം ഒന്ന് പൊള്ളച്ച് വരും. ഇനി ആ മറുഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ പിറ്റത്തെ ഭാഗത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് ആയിക്കഴിഞ്ഞ് നമുക്ക് നല്ലോണം ഒരു നിറം മാറുന്ന രൂപത്തിലാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള പൂരി തയ്യാറായിക്കണേ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ കേട്ടോ. നല്ല കോഴിക്കറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇനി അതല്ല അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ച് എല്ലാം അതൊന്ന് കോരിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്ന് പറയണ മാറി നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയിട്ടും എന്നെ സപ്പോർട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല സിമ്പിളായിട്ടും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതേ കാരണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.